പാത്തു 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 ചിട്ടി കിട്ടിയാലേ എനിക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങി തരാന്ന് നമ്മള് പറഞ്ഞില്ലേ? ഇതാ ഫോണ്. സന്തോഷായി. എത്ര കാലം നമ്മൾ ഇമ്മാരി ഒന്ന് കിട്ടാൻ കാത്തു കുത്തിരിക്കണേ. അങ്ങോട്ട് നോക്ക്. ഇത് ഉപയോഗിക്കാൻ നന്നായിട്ട് പഠിക്കേണ്ടി വരേ. അതിനിവിടെ തല തെറിച്ച രണ്ടെണ്ണങ്ങളില്ലേ? ഓലുമാണെങ്കിലും മൊബൈല് സ്വന്തമായിട്ട് ഉണ്ടാക്കി തരും. അങ്ങോട്ട് വാ. ദിക്കുള്ളതാട്ടോ. എന്തിനാ ഉപ്പച്ചി ഉമ്മച്ചിക്ക് ഇത്രയും നല്ല ഫോണൊക്കെ വാങ്ങിക്കൊടുത്തേ? ഇനി ഉമ്മച്ചിനെ പിടിച്ചാ കിട്ടൂലട്ടോ. ഈ ഫോൺ കിട്ടിയാലും ഉമ്മ കയറി ഉരുവിട്ട മാതിരി പോവോ? ഇനിയിപ്പോ ഏത് നേരം ഉമ്മച്ചി വാട്സാപ്പിൽ കുത്തിക്കൊണ്ടിരിക്കും. ഗൾഫിലുള്ള ബന്ധുക്കളോട് മിണ്ടാനും പറയാനും എളുപ്പമായല്ലോ. അങ്ങനെ മോളെ, ഇതില് വാട്സപ്പ് വഴി വിളിച്ചാല് പൈസ ആവൂല, നെറ്റിന്റെ പൈസ ആവും. മാസം 150 റുപ്യക്ക് ഡാറ്റ കാർഡ് റീചാർജ് ചെയ്താലേ എല്ലാ ദിവസവും ഗൾഫിലുള്ള ബന്ധുക്കളായിട്ട് ഉമ്മച്ചിക്ക് ചാറ്റ് ചെയ്യാം, വേണേൽ വിളിക്കും ചെയ്യാം. അത് നല്ല കാര്യമാണല്ലോ പത്തോ. ഇപ്പൊ പറയാനും അറിയിക്കാനൊക്കെ പറ്റെങ്കിൽ സംഗതി എളുപ്പമാണല്ലോ. നമ്മൾ സാധാരണ ഗൾഫിലേക്ക് വിളിച്ചാല് 1-2 മിനിറ്റും വിളിക്കാൻ 100 റുപ്യക്കാവൂലേ? ഇതാവൂല. എന്താണെങ്കിലും ഞാൻ ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ ശിശുവാണ്. എന്ത് കാര്യത്തില്? സ്മാർട്ട് ഫോണിന്റെ കാര്യത്തില് എല്ലാ കാര്യത്തിലും ശിശുവാണ് പത്തു. 3 വയസ്സിന്റെ മാനസിക വളർച്ചയുള്ളൂ. ശരീരം എങ്ങനെ പോത്ത് പോലെ വളർന്നല്ലേ. എനിക്കൊരു ഫോൺ വാങ്ങി തന്നേം കൊണ്ട് ഞാനിപ്പോ പറയില്ല. ഇങ്ങോട്ട് നോക്ക്. 7000 റുപ്യാണ് അതിന്റെ വില. നോക്കിയും കണ്ടും വേണോ അതിന്റെ മേലെ ഞെക്കിയും പിടിക്കുകയൊക്കെ ചെയ്യാം. ഉമ്മച്ചിനെ ഞാനിത് പഠിപ്പിച്ചുതരാം. ഉമ്മച്ചിന്റെ നല്ലൊരു സ്റ്റൈലും ഫോട്ടോ നമുക്ക് വാട്സാപ്പിന്റെ പ്രൊഫൈലാക്കി ഇടാം. എന്നിട്ട് ഇന്ന് തന്നെ ചാറ്റിങ്ങും തുടങ്ങാം. ചാറ്റിങ്ങും ചീറ്റിംഗ് ഒക്കെ ഉസാറായിക്കോട്ടെ. പക്ഷെ ഓള് പണ്ട് ഫേസ്ബുക്ക് പഠിച്ച മാതിരി ആവരുത്. അത്രയും ഞമ്മക്ക് പറയാനുള്ളൂ. ഉമ്മച്ചി കൊണ്ടുവാ. വാട്സപ്പ് പഠിച്ചാ പിന്നെ നമുക്ക് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങാം. ഉദാഹരണത്തിന് ഇപ്പം ഉമ്മച്ചി പഠിച്ച LP സ്കൂൾ, കോളേജ്. അതിന് കോളേജിലെ പടി കണ്ടിട്ടില്ലല്ലോ. കോളേജിന്റെ പടിയൊക്കെ നമ്മൾ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കി കണ്ടിക്കണ്. എന്നാ പിന്നെ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. കുടുംബശ്രീക്കാരുടെ ഗ്രൂപ്പ്, അയൽപ്പക്കക്കാരുടെ ഗ്രൂപ്പ്, അങ്ങനെ. അല്ല, എന്തിനീ ഈ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണേ? എനിക്ക് ഈ ഗ്രൂപ്പുകളിലൊന്നും തീരെ താല്പര്യമില്ല. ഉപ്പക്കും അങ്ങനെ തന്നെ. അതിന് ഉപ്പുപ്പൊക്കെ എന്ത് ഗ്രൂപ്പ്? ഉപ്പുപ്പ വാട്സപ്പിലുണ്ടോ? ഇല്ലല്ലോ. അതല്ല, മൂപ്പര് പയ്യെ കോൺഗ്രസ്സുകാരനല്ലേ. ഇത്രയും കാലായിട്ട് ഒരു ഗ്രൂപ്പില് മൂപ്പര് പോയില്ല. ആ ഗ്രൂപ്പുകളെല്ലാം ഉമ്മച്ചി ഇത്. പിന്നെ ഈ ഉമ്മച്ചിനെ ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിപ്പിക്കുക? ഉമ്മച്ചി, ഇത് ഉമ്മച്ചിന്റെ ഓരോ സ്ഥലത്തുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ബന്ധപ്പെടാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ ഫാമിലിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് മാമ ഉണ്ടാക്കിയ. അതിലേക്ക് മാമ ഉമ്മച്ചിനെ ആഡ് ചെയ്തോളൂ. പിന്നെ ഗൾഫിലുള്ള ബന്ധുക്കൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലും ഉമ്മച്ചിക്ക് കയറാം. പിന്നെ വേണേലും ഉമ്മച്ചിക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങാലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് വേണം. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ഗ്രാമത്തിന്റെ ഗ്രൂപ്പ്, അതായത് നരിക്കിനു എളേറ്റിൽ വട്ടോലുള്ള ആൾക്കാരെ ഗ്രൂപ്പ്. അടുത്ത പണ്ടത്തെ തലമുറ തൊട്ട് ഇന്നത്തെ തലമുറ വരെ ആ ഗ്രൂപ്പിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിലും പെറ്റ് വീണ നാടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കണം. അങ്ങനെ പുതുക്കി പുതുക്കി പോണം. അതിനെന്താ, നരിക്കിനി ഗ്രൂപ്പ് ഞാൻ ഉമ്മച്ചിക്ക് ഉണ്ടാക്കി തരാം. നരിക്കുനിയിലെ 4-5 പേരുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്താൽ മതി. പിന്നെ പരിചയമുള്ളവരും അങ്ങനെ അല്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിലേക്ക് വന്നോളും. അങ്ങനെ അതൊരു വലിയ വലയാവും. പതിനൊന്ന് മണിയായിപ്പോ. ഇപ്പോഴും ഇതിൻ്റെ അത് കുത്തി കളിക്കുക. കിടന്നുറങ്ങിക്കൂടെ എനിക്ക്? എനിക്കിതൊരു ലഹരിയായി മാറിക്കഴിഞ്ഞു മൂസക്കായി. ഈ സ്മാർട്ട് ഫോൺ ഇത്രയും നല്ല സാധനമായിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങി തന്നില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. എന്റെ ഫേസ്ബുക്ക് ഭ്രാന്ത് പോലെ അയാളുണ്ടല്ലോ. ഇത് വാങ്ങിച്ച പീഡ തന്നെ കൊണ്ടു കൊടുക്കും ഞാൻ. മൂസക്കായി, ഇങ്ങക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞൂടായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയണേ. നമ്മളെ കുടുംബത്തിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയില്ലേ? എല്ലാരും കെട്ടിയോളെയും കുട്ടികളെയും ഒക്കെ പടങ്ങളിടുന്ന എന്ത് രസാ. ഞമ്മക്കേ ഗ്രൂപ്പും വേണ്ട, ഇമാരി ഫോണും വേണ്ട, മനസ്സമാധാനം ഉണ്ടായാൽ മതി. മൂസക്കായി, നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. മീൻ കച്ചവടക്കാരൊരു ഗ്രൂപ്പി,
മീന്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ അന്നേരം അറിയിച്ചൂടെ? മീന്റെ ഫോട്ടോ എടുത്തിട്ടേ വാങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. എന്തേ അങ്ങനെ ചെയ്യാ. എന്നാ പിന്നെ കച്ചവടം ഉസാറായിട്ട് നടക്കുകയും ചെയ്യൂ. നിങ്ങളെടുത്തുനിന്ന് എടുക്കെടുക്ക് മീൻ വാങ്ങുന്നവർക്ക് നിങ്ങളൊരു സംഭവമാണെന്ന് തോന്നും. അങ്ങനെ ഇപ്പോ നമ്മളൊരു സംഭവം ഉദ്ദേശിക്കുന്നില്ല. മൂസക്കായി നിങ്ങൾ തോന്നു നോക്കി, ഞാൻ പഠിച്ച LP സ്കൂളിൽ. LP സ്കൂളിലെങ്കിൽ ഈ പഠിച്ചിക്കണല്ലോ. ഓ വലിയ പഠിപ്പുള്ള ഒരാളി. ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പി, നെറ്റിനീലെ ഗ്രൂപ്പി. ഈൻ്റെ അകത്ത് പണ്ടിന്റെ വൈത്താല നടന്ന ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, എല്ലാത്തിനും നിറയെ വന്നിക്ക്. ചിലവരൊന്നും കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയാൻ കൂടി പറ്റുന്നില്ല. അനക്ക് എന്തിന്റെ പ്രാന്താണ് പത്തു? കെട്ടിച്ചു കൊണ്ടുവന്നേ പിന്നെ കൊല്ലത്തിൽ 5-6 പ്രാവശ്യം ഈ നരിക്കുനിക്ക് പോകുന്നില്ലേ? അവിടുത്തെ ആൾക്കാരോട് എനിക്ക് എന്ത് പറയാനാണ്? ഈ പൊരയിൽ അടിച്ചിട്ടിക്കുന്ന എനിക്ക് ഇതൊക്കെ ഒരു ആശ്വാസം. എല്ലാരെയും നേരിട്ട് പോയിട്ട് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ. എന്താ എനിക്ക് ഇതിനകത്ത് സംസാരിക്കേ? ഇന്ന് രാവിലെ ഗൾഫിലുള്ള അമ്മന്റെ ഏട്ടത്തില്ലേ, ചെങ്ങോട്ടയിലല്ലേ, ഓലെ മോൻ ഫംജാസി, ഓന്റെ പുയ്യോട്ടില്ലേ ഇപ്പൊ കല്യാണം കഴിച്ച് ഓള് പിട്ടുണ്ടാക്കിയ കഥ പറഞ്ഞ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ പിട്ടാണ് അതാവി പറഞ്ഞുപോയത്. പിന്നെണ്ടല്ലോ ഓളുണ്ടാക്കി ദോശ, അത് കരിഞ്ഞും പോയി. എന്നിട്ട് ദോശ ചട്ടീന്റെ മോള് കയ്യ് തൊട്ട് ആ കയ്യ് പൊട്ടേ ചെയ്ത്. എന്തേതൊക്കെ കോമഡിയാണോ. ഓൾ അടുക്കളയെ കേറ്റാണ്ട് വളർത്തിയാന്ന് തോന്നി. ഫംജാസിന്റെ കഷ്ടകാലം തന്നെ. ഗൾഫില് ഇന്ന് നടന്ന വലിയ സംഭവം അപ്പതില്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ സംഭവം തന്നെയാ. ഞാൻ ഈ സംഭവം നോക്കി കുത്തിരുന്നോ? ഞാൻ കിടക്കട്ടെ, സമയം കേറി കിടത്തി. ഓളോട് പറയട്ടെ, ഇന്ന് നമുക്ക് അയിലായിരുന്നു കിട്ടിയത്. അതിന്റെ പള്ളേന്ന് അത് മിണിഞ്ഞ ഒരു നത്തോലിന്റെ കുട്ടീനെ കിട്ടീനി. അയി നമ്മള് മൂസക്കായ്ക്ക് പൊരിച്ച് കൊടുത്തി. വാട്സപ്പ് അഡ്മിനെ കൊല്ലാൻ ശ്രമം. ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നാരോപിച്ച് വാട്സപ്പ് അഡ്മിനെ വീട്ടിലെത്തി യുവാവ് കൊല്ലാൻ ശ്രമിച്ചു. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് സംഭവം. മോശമായ പെരുമാറ്റത്തെ തുടർന്ന് വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തതിൻ്റെ പ്രതിഷേധത്തിലാണ് വധശ്രമം. ഫാത്തിമയുടെ വീടല്ലേ? അതെ, ആരാണ്? എന്റെ പേര് മൊയ്തീൻ. ആ, അങ്ങ് നരിക്കുനി. ആ കയറി കുത്തിരിക്കി. ഫാത്തിമ വീടല്ലേ? ഓള് കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോയതാണ്. വരട്ടെ, ഞാൻ കാത്തിരിക്കാം. ആ, ഒരു ജന്മം മുഴുവൻ കാത്തിരിക്കായിരുന്നില്ലേ? വരി ഇരിക്കി. അല്ല, ഇങ്ങളോള് ആരാന്ന് പറഞ്ഞില്ല? അതൊക്കെ ഒരു വലിയ കഥയാണ് മൂസ. അന്റെ പാത്തൂര് ഞാൻ കെട്ടണ്ടായിരുന്നു. മരപ്പണിക്കാരനെ കണ്ടു നല്ലത് മീൻ കച്ചവടക്കാരനാണെന്ന് ഓളൊപ്പം വിചാരിച്ചു. അതോടെ ഞാൻ ഔട്ട്. എന്നോട് ഇത്തിരി സ്നേഹം അവക്കുണ്ടായിരുന്നു കൂട്ടിക്കോ. അല്ല, നിങ്ങളിപ്പോൾ വന്നത്? അന്നത്തെ ഇഷ്ടം ഇപ്പോഴും നമ്മളെ ഗൽബിലുണ്ടെന്ന് കൂട്ടിക്കോ. അതിന് ഓളെ നമ്മൾ കെട്ടിയിട്ട് കൊല്ലം 10-20 ആയില്ലേ മൊയ്തീനെ? കെട്ടിക്കാൻ പ്രായമായ ഒരു മോളും ഉണ്ട്. കെട്ടിയതോളല്ലേ, ഞാൻ കെട്ടിയില്ല. പാത്തൂൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ ജീവിക്കുക 10-20 കൊല്ലായിട്ട്. അല്ലെങ്കിൽ ഈ മൊയ്തീന്ന് പേരുള്ള ഒരു മുഴുവൻ എങ്ങനെയാ? ഒരാളെ പ്രേമിച്ചു എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അതും ഓർമ്മിച്ച് കെട്ടും കുടുംബം ഇല്ലാണ്ട് ജീവിക്കുന്നവരാ. ആ മുക്കത്തെ BP മൊയ്തീനെ പോലെ തന്നെയാ നരിക്കുനിലെ മൊയ്തീനായ എൻ്റെയും കാര്യം. BP മൊയ്തീൻ 44 വയസ്സ് വരെ കാഞ്ചിനോട് ഓർമ്മയുമായി കഴിഞ്ഞു. ഞമ്മക്കിപ്പം 42 വയസ്സായി. നരിക്കുനിൽ പോയ കൂടെ മഴക്കാലത്ത് നിങ്ങൾ തോണിയിലൊന്നും പോകരുതിട്ടോ. അവസാനം നിങ്ങൾക്ക് മൊയ്തീൻ്റെ വിധിയാവും. ഓളൊന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല, എന്തപ്പം നിങ്ങൾക്ക് മാണ്ടിയേ? എന്തപ്പം പെട്ടെന്ന് ഈ ബൈക്ക് വരായി? ഇങ്ങക്കറിയോ, ഓള എൻ്റെ കാഞ്ചനമാല. ഓക്കായി ഉരുകി തീരെ എൻ്റെ ജന്മം. ഓളെ കെട്ടിയനോടാണ് നിങ്ങൾ വർത്തമാനം പറയുന്നത് ഓർമ്മ വേണം. നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. ഓളെ നേരിൽ കണ്ടൊന്ന് സംസാരിച്ചാൽ മതി. എനിക്ക് മൊബൈലിൽ ഞങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ചോനെ ചാറ്റും ചെയ്തിരിക്കണോ? ഫാത്തിമ ക്രിയേറ്റ് ചെയ്ത നരിക്കുനി വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് ഞാൻ. അങ്ങനെ ഡെയിലി ഫാത്തിമേൻ്റെ പോസ്റ്റുകൾ കാണും. പിന്നെ പ്രൈവറ്റ് ചാറ്റായി. ഒരു ദിവസം നേരിൽ കാണാമെന്ന് പറഞ്ഞു. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതിയാ ഇപ്പോൾ വന്നത്. നമ്മളെ മോളാ റസിയ.
+2 പഠിക്കുക. ഓ എനിക്ക് പിറക്കാതെ പോയ മകൾ. എനിക്ക് മൂസയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഏത് പ്രണയകഥയിലുണ്ടാവും ഒരു വില്ലൻ. എൻ്റെ കാര്യത്തിൽ അത് മൂസയായി പോയെന്ന് മാത്രം. അല്ല നമ്മൾ എന്ത് ചെയ്തു മൊയ്തീൻ ഈ പറയണേ? എനിക്ക് മരപ്പണിയാ. കുറ്റിക്കാട്ടൂര് കട്ടിലും അലമാരയും ഉണ്ടാക്കി വെക്കും. എൻ്റെയും പാത്തുവിൻ്റെയും നിക്കാഹിന് മണിയറ കട്ടിൽ വരെ പണിത് വെച്ചാൽ ഞാൻ. നിലമ്പൂർ കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന തേക്കുമുണ്ട്. അത് പുറകുത്തിപ്പോയി. 10-20 കൊല്ലായില്ലേ. എന്ത് കേട്ട് നിൽക്കാണ്ടി? അനക്ക് പഠിക്കാനൊന്നുമില്ലേ? അകത്തേക്ക് പോകാൻ നോക്ക്. ഓ അപ്പൊ ഉമ്മച്ചിന്റെ ലവ് സ്റ്റോറി കേൾക്കാൻ ഉപ്പച്ചി സമ്മതിക്കൂല. ഇനിയിപ്പോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ മൊയ്തീനല്ലേ? എന്നെ പോലുള്ളവർ പോയ കാലങ്ങളിൽ ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് വർത്തമാനങ്ങളില്ല, ഭൂതം മാത്രമേ ഉള്ളൂ. മൂസക്കായെ നമ്മള് നരിക്കിനിയിലെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നലെ ഞങ്ങളൊന്ന് ചാറ്റി. അന്നപ്പോ ഈ മാനിക്ക പറഞ്ഞ് പൊരയും പൊരക്കാരെയും ഒക്കെ ഒന്ന് കാണണമെന്ന്. പാത്തുമ്മയ്ക്ക് ഒരു മാറ്റമില്ല. കാലം പാത്തുമ്മയെ തൊടാതെ പോയതാണോ? പുഴക്കരയിൽ അലക്കാൻ വന്ന പഴയ 18കാരി. 18 വയസ്സുള്ള ഒരു മോനുണ്ട് എനിക്ക്. മൂസ ഭാഗ്യവാനാ. ഇങ്ങനൊരു കെട്ടുകളെ കിട്ടില്ലേ? അതെല്ലാരും പറയലുണ്ട് മൂസക്കായി ഭാഗ്യവാനാണ്. എന്റെ നഷ്ടം. നഷ്ടമൊന്നും പറയാനില്ല. ഓള് പോരുകയാണെങ്കിൽ കൊണ്ടുപോയി നോക്കി. നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങൾ ഇവിടെ തിരിച്ചു കൊണ്ടാക്കും. അമ്മാരി വായിലെ നവോക്ക്. ആ മാനിക്ക, നിങ്ങളൊരു കല്യാണം കഴിക്കണം. നോക്കി നിങ്ങളെ തലയിലൊക്കെ നര വന്നിക്കണ്. ഇനി ഈ ജീവിതത്തിൽ ഒരു കെട്ടുകളില്ല പാത്തുമ്മ. കാത്തിരിപ്പൊക്കെ വെറുതെ അല്ലേ? അതിന് ഞാൻ അറിഞ്ഞോ മാനിക്ക് എനിക്ക് മാണ്ടിയിട്ട് കാത്തിരിക്കണ്ടെന്ന്. കാത്തിക്കാൻ പറ്റിയൊരു മുതല് കാത്തിരുന്നൊന്ന് കണ്ടല്ലോ. ഇനി വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നും കാണാം, സംസാരിക്കാം. പാത്തുമ്മ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നന്നായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മാനു കേടാകൂടൊന്നും അല്ല. മാനുക്കൊരു പാവ. ഇക്ക പറയുമ്പോഴാ ഞാൻ അറിയണേ എനിക്ക് കഴിക്കാൻ പൂതിയായിരുന്നു. നീ മൊയ്തീനോട് ചാറ്റ് ചെയ്യായിരിക്കില്ലേ? ഒന്ന് പൊടിയടങ്ങി. ഞാൻ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഓരോരോ മെസ്സേജ് ഇങ്ങനെ വായിക്കായിരുന്നു. ഇപ്പൊ ഒരേന്റെ മുമ്പിൽ നിന്ന് അയാളെടുത്ത സെൽഫി ഞാൻ നരിക്കുനി ഗ്രൂപ്പിൽ കണ്ടല്ലോ. നാണല്ലോ ഉമ്മച്ചിയെ ഇപ്രായത്തിൽ ഇങ്ങനെ സെന്റിമെന്റ്സും കൊണ്ട് നടക്കാൻ. ഞാൻ എന്ത് ചെയ്തെന്ന റസിയ ഈ പറയണേ? പണ്ട് എന്നെ നിക്കാഹ് കഴിക്കാൻ മോഹിച്ചൊരുത്തനെ ഗ്രൂപ്പിലെ മെമ്പർ ആക്കിനോ? അയാള് കെട്ടാണ്ട് നടക്കുകയാണെന്നൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലല്ലേ അറിഞ്ഞേ? നരിക്കുനിയിലെ മൊയ്തീന്റെ കാഞ്ചനമാലയെ ഉമ്മച്ചിന്നാ എല്ലാരും പറയുന്നേ. ഉമ്മച്ചിയും ഗ്രൂപ്പിൽ വായിച്ചിട്ടുണ്ടാവല്ലോ. ഓരോരുത്തരും മാണ്ടാതീനം പറയുന്നേ ഞാൻ എന്തേതാക്കാനാ? അയാളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം. എന്നെ ആരാണ് ഈ നരിക്കുനിയിലെ മൊയ്തീൻ? അയാൾ എന്നെ കണ്ടോ? വയല് ഒരായിട്ടുള്ള മനുഷ്യൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് വടക്കം വിരകാതെ ഡയലോഗ് അടിച്ച്. എന്റെ ഡയലോഗി എനിക്ക് പിറക്കാതെ പോയ മകനാണ്. അയാളെ കൊണ്ട് നാറ്റ കേസ് ആയല്ലോ. എന്നെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിടാനെന്ന് ഓർത്ത്. എന്നാ പിന്നെ വൈകാതെ വരും ഗ്രൂപ്പില്. ഉമ്മച്ചി വെയിറ്റ് ചെയ്തോ. എന്നിട്ട് നരിക്കുനിയിലെ നാട്ടുകാരോട് മുഴുവൻ സമാനം പറഞ്ഞോളി. മൊയ്തീനെ ഗ്രൂപ്പ് ഒഴിവാക്കുന്ന നല്ലത്. അങ്ങനെ ഇപ്പൊ പുറത്താക്കി അയാൾക്ക് ഫീൽ ചെയ്യൂലേ? അപ്പൊ ഓന്റെ ഫീലിംഗും കണ്ട് നിക്കയി.
വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണം. ഉമ്മച്ചിയാണ് അതിന്റെ അഡ്മിനി. ആരുമ്പളോ? ആ അയാളറ്റം കുത്തി കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ടോ പത്രത്തില്. അല്ലോ നമ്മൾ പേടിയാണ്. അയാളെ മാത്രം ബ്ലോക്ക് ചെയ്യോ പുറത്താക്കുകയോ ചെയ്യുമ്പോ അയാൾക്ക് വാശി കൂടൂ. അയാൾ ഉമ്മച്ചിന്റെ പഴയ കാലം പറഞ്ഞ് പിന്നെയും വരും. അതുകൊണ്ട് ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടുന്നതാണ് നല്ലത്. റിസ്മോനെ അങ്ങനെ ഗ്രൂപ്പ് പിരിച്ചു വിടുക? ഗ്രൂപ്പ് മൊത്തം ഡിലീറ്റ് ചെയ്താൽ മതി. ഉമ്മച്ചല്ലേ എന്റെ അഡ്മിനി. ഗ്രൂപ്പ് മൊത്തം ഡിലീറ്റ് ചെയ്താണ്. നമ്മുടെ നാട്ടിൽ ഓരോരോ വിസേസ് അറിയാൻ പറ്റിയ ഗ്രൂപ്പ് ആയിരുന്നു. അങ്ങനെ മൊയ്തീൻ വന്ന് കൊളാക്കി. എന്റെ പാത്തു, ഈ വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കൊരു ഉപകാരപ്പെടുന്ന ഗ്രൂപ്പാക്കി മാറ്റിക്കൂടെ? അതാ ഉമ്മച്ചി നല്ലേ. ഉപകാരത്തിൽപ്പെടുന്ന ഗ്രൂപ്പ് ആകുമ്പോ ഈ എന്താ ചെയ്തോ? അല്ലാണ്ട് ഇന്നലെ വലിഞ്ഞു കയറി വന്ന മൊയ്തീനെ പോലുള്ള മാരണങ്ങൾ വലിച്ചു കയറേണ്ട വല്ല കാര്യം ഉണ്ടോ? എനിക്ക് ഒരു കാര്യമില്ല. ഇതാ നോക്ക്, ഈ സ്മാർട്ട് ഫോൺ ഞാനെടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടാളൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല വാട്സപ്പിന് വി ആണോ ഡബ്ല്യു ആണോ? എവിടെ ഞെക്കിയാലപ്പോൾ ഇത് കിട്ടുക? മൊയ്തീൻ്റെ മെസ്സേജ്. പ്രിയപ്പെട്ട പാത്തുമ്മയ്ക്ക്, എൻ്റെ കാഞ്ചനമാലയ്ക്ക്, എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ മടിച്ചിട്ടാവും നരിക്കിന് ഗ്രൂപ്പ് തന്നെ ഡിലീറ്റ് ചെയ്തല്ലേ. അതിന് മാത്രം വലിയ ശല്യമായിരുന്നു ഞാൻ. ഇനി ഒരിക്കലും പാത്തുമ്മയെ ശല്യപ്പെടുത്താൻ ഞാൻ പറ്റില്ല. നേരിൽ കാണാൻ വന്നത് പാത്തുമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചതല്ല. മൂസ നല്ല മനുഷ്യനാണ്. അയാൾക്ക് പാത്തുമ്മയെ അറിയാം. ഞാൻ വന്നതിൻ്റെ പേരിൽ അയാൾ പ്രശ്നമുണ്ടാക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരെ വീട്ടിൽ വന്നത്. അല്ലെങ്കിലും ഒളിച്ചും പാത്തും പതുങ്ങി നടക്കേണ്ട ബന്ധമൊന്നും നമ്മൾ തമ്മിലല്ലോ. കാഞ്ചനമാലയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ മൊയ്തീൻ സങ്കടമറിക്കാൻ ചെയ്തത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്. അതുകൊണ്ട് ഞാനും എന്നാലാവും വിധം സാമൂഹ്യ പ്രവർത്തനങ്ങൾ കുറേ കാലമായി നടത്തി വരുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായി ജീവിക്കാൻ തീരുമാനിച്ചു. കാഞ്ചനമാലയെ പോലെ പാത്തുമ്മയും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. പാത്തുമ്മയ്ക്കും മൂസയ്ക്കും മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് നിന്റെ മൊയ്തീൻ. പാവം മൊയ്തീൻ. വെളെങ്ങനെങ്കിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കാര്യം കട്ട പുകയേനു. സുശീല, വല്ലാത്തൊരു ചതിയാ മൂസക്കങ്ങൾ എന്നോട് ചെയ്ത്. അന്നോട് നമ്മൾ എന്ത് ചതി ചെയ്ത്? പാത്തുവിന് മൂസക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തില്ലേ? ഇതിലും വലിയൊരു ചതി ഇനി എന്ത് ചെയ്യലങ്ങള്? ഈ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറയടോ. നാട്ടിൽ നടക്കുന്ന ചില്ലറ കളവും പിടിച്ചോറിയൊക്കെ ഓൾ സ്റ്റേറ്റ് പോലീസിനെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കുന്നു. അതോടെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സിന് നിൽക്കാൻ പറ്റാണ്ടായി. ഒരു വഴിക്ക് പോകാനും പറ്റുന്നില്ല. അതൊരു നല്ല കാര്യമാണല്ലോ. നാട്ടിൽ സ്വയം സമാധാനം ഉണ്ടാവില്ലേ? എൻ്റെ ഫോട്ടോ DGP ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എവിടെ ചെന്നാലും പോലീസ് ഒരുമാതിരി നോട്ടം നോക്കുക. എങ്ങനെയെങ്കിലും പേച്ചു പോന്ന ഞങ്ങൾ പാവം തരിയടക്കാരുടെ വയറ്റത്തടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ മൂസക്ക? ഓൾ ആൾ ഉസാറാണല്ലോ. നിങ്ങൾ തഞ്ചത്തിലും നയത്തിലും പാത്തുമ്മാൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങണം. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പഴയ മൊബൈൽ കൊടുത്തോ, ഞെക്കി കളിച്ചോട്ടെ. ഈ തീക്കളി നിർത്തുമല്ലോ. തീക്കളി കളിക്കാൻ പാത്തു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓളത് കളിക്കുക തന്നെ ചെയ്യും. സുശീല, ഈ വണ്ടി വിട്ടോ. ഒരു വാട്സപ്പ് കൊണ്ട് മനുഷ്യന് വെളിച്ചത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. കഥ. അല്ല, നിങ്ങൾ പാത്തുമ്മോൻ്റെ കിട്ടിയ മൂസല്ലേ? അതെ. മൂസാൻ്റെ കിട്ടിയൊക്കെ 100 പുണ്യം കിട്ടും. അതിന്റെണ്ടായി എൻ്റെ മോക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. റെയർ രക്തഗ്രൂപ്പ് ഓൾഡേത് A-. പാത്തുമ്മ വാട്സാപ്പ് വഴി കുറേ ആളെ സംഘടിപ്പിച്ചു. തക്ക സമയത്ത് രക്തം കിട്ടി. ചോര കുറേ വാർന്നുപോയി. കുറേ കുപ്പി കയറ്റുകയും ചെയ്തു. ഓളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അല്ല, എന്തെങ്ങളെ പേര്? എൻ്റെ പേര് ദിനേശൻ, മുക്കത്താ വീട്. പാത്തുമ്മയോട് എൻ്റെ നന്ദി പറയണം. എൻ്റെ പാർവതി ജീവിച്ചിരിക്കുന്നത് പാത്തുമ്മാൻ്റെ കാരുണ്യം കൊണ്ടാ. ഞാൻ വരട്ടെന്നാല്. ഒരു സ്മാർട്ട് ഫോൺ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ? അല്ല, ഇതെന്താ ബൈക്ക്? മൂസക്ക് അറിഞ്ഞില്ല? പാത്തുമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജൈവ പച്ചക്കറിയും അതിന്റെ വിത്തും തൈയും വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങിക്കാൻ പോവാ. അല്ല, ഇതെങ്ങനെ മൊബൈൽ വഴി ഇതൊക്കെ ചെയ്യണേ? കീടനാശിനി തളിക്കാതെ കൃഷി ചെയ്യുന്നവരുടെ മൊബൈൽ നമ്പറുകൾ സംഘടിപ്പിച്ച് പാത്തുമ്മ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചയും താഴെ കവലയിൽ ചന്ത ചേരും. എന്നിട്ട് അവിടെ വിളകൾ വിൽപ്പനയ്ക്ക് വെക്കും. വിത്തും കിട്ടും, തൈയും കിട്ടും.
ഓളിതൊന്നും ഞമ്മളോട് പറഞ്ഞില്ലല്ലോ. വേഗം ചെന്നില്ലെങ്കിലേ സാധനങ്ങൾ തീർന്നു പോകും. ഞാൻ നടക്കട്ടെ അന്നാ ശരി. പാത്തുന്റെ ഒരു കാര്യം എന്തൊക്കെയാ ചെയ്ത് പോകുന്നു. അല്ല പാത്തുവോ, ഞമ്മക്ക് ഈ വാട്സപ്പില് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു തരൂ. കൊണ്ടോട്ടിയിലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഴയ കാമുകിൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ? ആ ഒന്നും അല്ല പാത്തുവോ. ഈ സ്മാർട്ട് ഫോണും വാട്സപ്പും കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞമ്മക്ക് മനസ്സിലാക്കിന്. അതുകൊണ്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, വേഗം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. അപ്പൊ നാളെ തന്നെ വാങ്ങാം. ഇഞ്ച പൂസക്കായെ മൊബൈലാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല ഉപയോഗമുണ്ട്, ചീത്ത ഉപയോഗമുണ്ട്. നമ്മളാ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. നമ്മളായി നല്ല കാര്യത്തിന് ഉപയോഗിച്ചാല് നമുക്കും നല്ലേ, നാട്ടുകാർക്കും നല്ലേ. നമ്മളൊരു സെൽഫി എടുത്തിട്ട് ഈ ഫാമിലി ഗ്രൂപ്പിലിട്. നല്ലോണം പല്ല് കാണിച്ച് റെഡി 1 2 3